ഇതിനകത്ത് കയറി വോട്ട് ചോദിക്കാൻ പറ്റില്ല, പുറത്തു പോടോ. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം KMT ക്യാമ്പസിലെത്തിയപ്പോഴാണ് ഒരു സംഘം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയെ തടഞ്ഞത്. മറ്റൊരു സ്ഥാനാർത്ഥിയോടും കാട്ടാത്ത അസഹിഷ്ണുത എന്തുകൊണ്ടാണ് നിവേദിതയോട്? കാരണം വെറും ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല നിവേദിതയെന്ന് എതിരാളികൾക്ക് നന്നായി അറിയാം. കേരളത്തിലെ ചില ക്യാമ്പസുകൾ എന്തിനാണ് NDAക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? മക്കളെ, തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കയറുന്നതാണ്, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ കത്തിയും കഠാരയും തന്ന് പരസ്പരം പോരടിപ്പിക്കാനും വെട്ടിക്കൊന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും ആഹ്വാനം ചെയ്യാൻ വരുന്നതല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം നടക്കാറുണ്ട് എന്നതുപോലെ പ്രാധാന്യമേറിയ ഒരു സംഭവം തന്നെയാണ് ക്യാമ്പസുകളിൽ NDA സ്ഥാനാർത്ഥികൾ കയറിയാൽ തടയുന്ന സാഹചര്യം. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം KMT ക്യാമ്പസിൽ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയെ തടയുന്ന സംഭവം അരങ്ങേറിയത്. മറ്റു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ ക്യാമ്പസിൽ എത്തി വോട്ട് ചോദിച്ചതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് നിവേദിത ഇവിടെ എത്തിയത്. ക്യാമ്പസിൽ എത്തിയപ്പോൾ തന്നെ തടയുകയും അകത്ത് കയറ്റിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ക്യാമ്പസിൽ വന്നപ്പോഴും നിങ്ങൾ പ്രതിഷേധിച്ചു. എന്തിന്? നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? നിങ്ങളിൽ രാഷ്ട്രീയ ധൈര്യം കുത്തിവെച്ച് നിങ്ങളെ കൊലപാതകികളും ഗുണ്ടകളുമാക്കി മാറ്റുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ ഇത്തിൽ കണ്ണികളായ നേതാക്കളെയോ? ക്യാമ്പസിന്റെ ചരിത്രം തിരുത്താനും നടന്നു കയറാനുമുള്ള അവസരങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ വൈര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല. മറന്നുപോയോ സിദ്ധാർത്ഥിനെ? നിങ്ങളുടെ സഹപാഠിയായിരുന്നില്ലേ അവൻ? എന്നിട്ടും എത്ര മൃഗീയമായിട്ടാണ് സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയത്. അങ്ങനെ എത്ര പേരെ? പേനയും പുസ്തകവും കയ്യിലെടുക്കേണ്ട പ്രായത്തിൽ കത്തിയെടുക്കേണ്ട ദുർവിധിയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ. പരസ്പരം പോരടിച്ചാൽ നിങ്ങളെ നഷ്ടമാവുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ വളർച്ചയാണ്. നാഴികയ്ക്ക് 40 വട്ടവും കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? ഇടതും വലതും മാറി മാറി ഭരിച്ച ഈ കേരളത്തിൽ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരലിൽ എണ്ണാവുന്നതും മാത്രം. 100% സാക്ഷരതയുള്ള വിദ്യാസമ്പന്നരായ മലയാളികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതലും ആശ്രയിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെ. ഇവിടുത്തെ ഇത്തരം സ്ഥാപനങ്ങളെ ഇവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഇടമായാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മെച്ചപ്പെട്ട മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്ന ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയ റാങ്കിങ്ങിൽ ഏറെ താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.